രാജേന്ദ്രൻ, ഈ രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ പോര് വളരെ രൂക്ഷമായിരിക്കുകയാണ്. 2026 എത്തുമ്പോഴേക്കും എന്തായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം. കാരണം രമേശ് ചെന്നിത്തലയെ ഇപ്പോൾ നായന്മാരും ഈഴവരും ഏറ്റെടുത്തിരിക്കുകയാണ്. വി.ഡി. സതീശനെ ക്രൈസ്തവരും മുസ്ലിം വിഭാഗത്തിലുള്ളവരും ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് സാമുദായിക ഒരു ബലപരീക്ഷണമാണോ നടക്കുന്നതെന്നാണ് അറിയേണ്ടത്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് ഈ ഒരു പോരാട്ടം നടക്കുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രമേശ് ചെന്നിത്തല, കേരളത്തിൽ 2 പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടോ എന്ന് തോന്നിപ്പോകും, വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും. വി.ഡി. സതീശൻ പത്രസമ്മേളനം നടന്നതിന് തൊട്ടു മുമ്പ് സതീശൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു പോരങ്ങോട്ട് രൂക്ഷമാകുക. ഇതിനിടയ്ക്കാണ് മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാനായിട്ട് രമേശ് ചെന്നിത്തല ചെല്ലുന്നത്. എന്തൊരു ആഘോഷമായിരുന്നു അവിടെ നടന്നത്. അവിടെ മന്നത്തെ മറന്നുപോയി, ചെന്നിത്തലയായിരുന്നു താരമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളതാണ്. ചെന്നിത്തലയിലെ മന്നം ആയിരുന്നു അന്ന് പുറത്തു വന്നത്. സത്യമാണ് പറഞ്ഞത് വിജയനാഥേ. നമ്മൾ ഈ കേരള രാഷ്ട്രീയം ഒന്ന് നിരീക്ഷിച്ചാൽ കാണാവുന്ന ഒരു കാര്യം, നമ്മളെല്ലാം കേട്ടിട്ടുള്ള സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, വിനാശകാലേ വിപരീത ബുദ്ധി. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് അങ്ങനല്ല, അതിൻ്റെ റിവേഴ്സാണ്. അനുകൂലകാലേ വിപരീത ബുദ്ധി. ഞാനിത് പറയാൻ കാര്യം, കോൺഗ്രസ് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഒരുപക്ഷെ 100 സീറ്റെങ്കിലും നേടി നിയമസഭയിൽ വിജയിക്കുമെന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിന് അനുകൂലമായിട്ടുള്ളൊരു സന്ദർഭം അവർ പാഴാക്കി ഉമ്മൻചാണ്ടിയെ കളഞ്ഞു. ഉമ്മൻചാണ്ടിയെ വളരെ നിരാശപ്പെടുത്തിയ ഒരു സംഭവം. അതിൻ്റെ പിന്നിലെന്താണെന്നറിയാമോ? രമേശ് ചെന്നിത്തലയ്ക്കൊന്നും മുഖ്യമന്ത്രിയായ കൊള്ളാം. അതിന് പെരുന്നയിലെ NSS ആസ്ഥാനത്തിൻ്റെ ആശീർവാദവും ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവാൻ ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചു, ന്യായമായിട്ടും. രമേശ് ചെന്നിത്തലയ്ക്കാവണമെന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചു. ആ ഒരു പോര് വളരെ സജീവമായിട്ട്, അതിൻ്റെ ഫലമായിട്ട് എന്തു സംഭവിച്ചു? ഇതുപോലൊന്നും വിഴുപ്പലക്കലൊന്നും ഉണ്ടായില്ലെന്ന്. പക്ഷേ ആര് മുഖ്യമന്ത്രിയാകുമെന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ, കോൺഗ്രസ്സുകാർക്കിടയിൽ വളരെ പ്രബലമായി. അതിൻ്റെ ഫലമായി വലിയ വ്യത്യാസമൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കാൻ CPM-ന് കഴിഞ്ഞു. CPM മുന്നണിക്ക് 69 സീറ്റ് കിട്ടി. 2 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ 71 സീറ്റുകൾ മാത്രമാണ് 2011. അതെ, യാതൊരു സമയത്തും തൻ്റെ അപ്രീതി പുറത്തു കാണാത്ത ഉമ്മൻചാണ്ടി അന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോൾ വളരെ വൈക്ലഭ്യത്തോടു കൂടിയും വളരെ ഗൗരവത്തോടു കൂടിയും നിന്നു. എപ്പോഴും ചിരിക്കുന്ന ഉമ്മൻചാണ്ടി, അറിയുമോ? അതുപോലെ തന്നെ അപ്പോൾ അന്ന് ഈ രമേശ് ചെന്നിത്തലയുടെ ഈ മുഖ്യമന്ത്രി കൊതി, അതിൽ അദ്ദേഹത്തെ തൃപ്തനാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൊടുക്കപ്പെട്ട പദമാണ് ആഭ്യന്തരമന്ത്രി പദം. ആ ആഭ്യന്തരമന്ത്രി പദസ്ഥാനത്തിന് സ്വന്തം ആഭ്യന്തരമന്ത്രി സ്ഥാനം ബലി കൊടുക്കേണ്ടി വന്ന ആളാണ് ആര്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത് ചെന്ന് സൗമ്യമായിട്ട് ലോഹ്യം പറയാൻ ചെന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അന്ന് കിട്ടിയ മറുപടി വളരെ പ്രസിദ്ധമാണ്. ഒരിക്കലും ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ കളിയാക്കിയോ സംസാരിക്കാത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് രമേശ് ചെന്നിത്തലയോട് പറഞ്ഞു, വേണ്ട വേണ്ട, പരസ്യമായിട്ട് പത്രക്കാരും കേൾക്കേ, പത്രക്കാരോടല്ല പക്ഷേ പത്രക്കാർക്കും കേൾക്കാമായിരുന്നു, പറഞ്ഞത് വേണ്ട വേണ്ട, ഇമാതിരി നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ നീ എനിക്ക് വലിയൊരു ചതി ചെയ്തിരിക്കുന്നു. ശരിയാണ്, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ധീരമായിട്ട് മറ്റാർക്കും കഴിയാത്ത വിധം ഒരു പക്ഷേ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും പിടിച്ച് അറസ്റ്റ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞ ഒരു സത്യസന്ധനായ ആഭ്യന്തരമന്ത്രി. സത്യസന്ധതയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർമ്മല വസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു ആന്തരിക സത്ത. അദ്ദേഹത്തിന് പല തെറ്റുകളും പറ്റിയെങ്കിലും നമുക്ക് അതോർത്ത് ക്ഷമിക്കാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധത അങ്ങനെ ആരോപിക്കപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും. അഡ്ജസ്റ്റ്മെൻറ്റിന് പോയിട്ടുണ്ട്. അങ്ങനെ അതാണ് NSS-ഉമായിട്ടുള്ള രാഷ്ട്രീയം ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റാണ്. അതിനെല്ലാം അനുകൂലിച്ച് നിൽക്കുക. അതിനൊക്കെ
സേവ ചെയ്യുക, ഈ ഒരു രീതിയില്ല. തൻ്റെ ഇടത്തോടോ ധാർഷ്ട്യത്തോടോ കൂടി ഒരിക്കലും ഒരു സംഘടനയോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയോട് പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ SDPIയോട് പറഞ്ഞിട്ടില്ല, PF പറഞ്ഞിട്ടില്ല, NSSനോട് പറഞ്ഞിട്ടില്ല, SNDPയോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ കോൺഗ്രസ്സുകാരുടെ എല്ലാവരോടും യോജിച്ചു പോവുക എന്നുള്ളൊരു നിലപാടാണ്. അത് പ്രതാപനും പറഞ്ഞിട്ടുണ്ട്, VD സതീശനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയാണ്. കാരണം കോൺഗ്രസ് പറയുന്നത് എന്താ, ഈ പൊളിറ്റിക്കൽ ഹിന്ദുവിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നതാണല്ലോ എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി പാർട്ടിയെ നയിക്കുന്നത്. ആ ഒരു സമയത്ത് ആ പൊളിറ്റിക്കൽ ഹിന്ദുയിസത്തിനെ സഹായിക്കുന്ന ശക്തികളുമായിട്ടും അദ്ദേഹം എതിർത്തൊന്നും പറയാൻ പോവുകയില്ല. VD സതീശനത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തോട് കൂടുതൽ അടുത്തിരിക്കുന്ന ആരാണ്? VD സതീശനാണ്. എന്ന് മാത്രമല്ല, വിജയനാഥ് നേരത്തെ പറഞ്ഞൊരു കാര്യം വളരെ സത്യമാണ്. VD സതീശൻ ഏത് പത്രസമ്മേളനം നടത്താൻ പോകുന്നതിന് മുമ്പും രമേശ് ചെന്നിത്തല ഒരു പത്രസമ്മേളനം നടത്തും. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ആക്ടിവിസം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. സിംഗ്ലർ കേസ് കഴിഞ്ഞ ദിവസം ചെന്നിത്തല പെരുന്നേൽ സംസാരിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനം അപ്പൊ ചെന്നിത്തലയുടെ ആ അവിടുത്തെ സമ്മേളനത്തിലെ ഒരു പ്രാധാന്യം കുറയ്ക്കുക എന്നുള്ളതാണോ? ആയിരിക്കാം. അങ്ങനെ പല കളികളും നടക്കും. പാർലമെൻ്ററി വ്യാമോഹം മൂലം, അധികാര കൊതി മൂലം പലതരത്തിലുള്ള ഇത്തരം വൃത്തികെട്ട കളികളും നടക്കുന്നു. ഇവരൊക്കെ ഇന്നോവ കാറിലും ആ വലിയ വില കൂടിയ കതർ ഷർട്ടുകളും അലക്കി തേച്ച ഷർട്ടുകളും ഇട്ട് പോകുന്നു എന്നല്ലാതെ ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഒരു മനസ്സ് നിർമ്മലമല്ല. വില കൂടിയ കാറുകളായിരിക്കാം, വില കൂടിയ ഷർട്ടുകളായിരിക്കാം, പക്ഷേ വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ഇവർ, നെറികേടുകളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടില്ലേ, അവിടെ ശിവഗിരി കുന്നിൽ നടന്ന പ്രഭാഷണത്തിലെ സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചതിനെക്കുറിച്ച് നമ്മുടെ VD സതീശൻ വളരെ വ്യക്തമായിട്ടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ അപ്പുറത്തിരുന്ന് K സുധാകരൻ ജാതി മതം ഇതൊക്കെ പറയും. ഈ വിവരം വേണ്ടേ? ഈ ജാതി മതം എന്നുള്ളതിനൊക്കെ അപ്പുറമായിട്ട് എന്തു നിൽക്കുന്നു? അതാണ് സനാതനധർമ്മം. എല്ലാ ധർമ്മങ്ങളും നശിച്ചു കഴിഞ്ഞാലും പിന്നെ എന്തു നിൽക്കുന്നു? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അഹം ബ്രഹ്മാസ്മി, അതുപോലെ തത്വമസി, ഇതെല്ലാം ചേർന്ന് അത് നീ തന്നെയാകുന്നു. ഒരു മതവും തമ്മിൽ, ജാതികൾ തമ്മിലല്ല, മതങ്ങൾ തമ്മിലൊരു വ്യത്യാസമില്ല. മതങ്ങൾ തമ്മിൽ, മനുഷ്യൻ തമ്മിലല്ല, മനുഷ്യനും മൃഗങ്ങളും അതുപോലെ തന്നെ പ്രോട്ടോസോ വരെ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശം, അതാണ് ബ്രഹ്മമെന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രമാണ് സനാതനധർമ്മം. ഇതിൻ്റെ ABCD പോലും അറിയാതെ വന്നിരുന്ന് പ്രലപിക്കുകയാണ്, അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണ് സനാതനമെന്ന കുന്തം? ഒരു കുന്തവും അറിയാതെ വന്ന് പ്രലപനം നടത്തുകയാണ്. അഖിലാണ്ടമണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ള പാട്ട് വിജയനാഥ് കാണുമല്ലോ. അത് ആ സ്കൂളിലെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചത് പാഠമാക്കിയിരുന്നെങ്കിൽ ആ പ്രാർത്ഥന, അതെ, പന്തളം KP. പിന്നെ പന്തളം കേരളവർമ്മയുടെ ഒരു പാട്ടുണ്ട്, ദൈവമേ കൈതൊഴാം കേൾക്കുമാർ. വലിയ തത്വശാസ്ത്രമൊന്നുമില്ല. ഇതാണ് പരമാണു പൊരുളിനും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നുള്ള സ്കൂളിലെ ആ പ്രാർത്ഥനാ ഗീതമുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ശിവഗിരിക്ക് കുന്നിൽ പോയി ഈ വിവരക്കേട് പറയില്ലായിരുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് ചൊല്ലാൻ കുറേ പേര് ഇവിടെ ഉണ്ടാകുകയില്ല. അത് മതി. നിങ്ങൾ ഉപനിഷത്തൊന്നും വായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, വേദങ്ങൾ വായിക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, മാക്സ് മുള്ളറെ പോലെ അതിൽ ഗവേഷണം നടത്തുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ സാമാന്യ മര്യാദകൾ വേണം. വിവരക്കേടുകൾ വിളിച്ച് പറഞ്ഞൊരു മതത്തിനെ അധിക്ഷേപിക്കരുത്. അത് നടന്നപ്പോൾ അതിൽ ശരിയായ നിലപാട് കൊണ്ടത് VD സതീശനാണ്. ചെന്നിത്തലയൊന്നും പറഞ്ഞിട്ടില്ല, അതുമായിട്ട് ഏറ്റുമുട്ടലില്ല. പക്ഷേ ചെന്നിത്തല ഒരു സന്ദർഭത്തിൽ മാത്രം കേരള കോൺഗ്രസിനെ നിലയ്ക്ക് നിർത്തി. കേരള കോൺഗ്രസ് മാണി അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാത്തപ്പോൾ കർശനമായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പരമായിട്ട് കോൺഗ്രസ് പൊട്ടുകയും ചെയ്തു, CPM വിജയിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇതിൻ്റെ തമാശ. അപ്പോൾ ഈ കേഡർ പാർട്ടിയാക്കും, സെമി കേഡർ പാർട്ടിയാക്കും എന്ന് പറയുന്ന പാർട്ടിക്ക് അധികാരത്തിൻ്റെ സോപാനത്തിലേക്കുള്ള വഴികൾ സുഗമമായി തീരുമ്പോൾ അതിൻ്റെ എല്ലാ രാഷ്ട്രീയ മര്യാദകളും ഐക്യവും തകർന്ന് അത് ഗ്രൂപ്പിസത്തിൻ്റെ ഒരു പാളയത്തിൽ പടയായി. ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഈ സുകുമാരൻ നായർ അങ്ങ് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണോ 2026 UDF വരും, ചെന്നിത്തല തന്നെയാണെന്ന് അങ്ങ് തീർച്ചപ്പെടുത്താൻ പറ്റും? അപ്പോൾ എന്തിനാണ് ഈ ഇവരുടെ AICC രാഷ്ട്രീയത്തിൽ ആര് മുഖ്യമന്ത്രിയാവും, ആര് മുഖ്യമന്ത്രിയാവേണ്ടത്? എന്തിനാ ഈ സമുദായ നേതാക്കൾക്ക് അറിയ അഭിപ്രായം പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനായിക്കോട്ടെ, NSS, അവർക്ക് അവരുടെ അഭിപ്രായമാകാം. ഇത് പരസ്യമായിട്ട് പറയുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്, മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കും. ഇങ്ങനെയാണോ നിങ്ങൾ ജനാധിപത്യത്തിലേക്ക് വരൂ, പാർട്ടികൾ രൂപവൽക്കരിക്കൂ, നിങ്ങൾ അഭിപ്രായം പറയും.
നിങ്ങൾ സമുദായ സംഘടനകളുടെ ആളായിരിക്കുമ്പോൾ NSSൽ തന്നെ CPMകാരുണ്ട്, BJPക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഒരു പക്ഷം പിടിച്ചുകൊണ്ട് പറയേണ്ട കാര്യമുണ്ടോ? അവിടെയാണ് രാഷ്ട്രീയമായിട്ട് അവർക്ക് തെറ്റും, രാഷ്ട്രീയമാർക്ക് അവർക്ക് തെറ്റും, സാമുദായികമായിട്ട് അവർ ചെയ്യുന്നത്. ഇടയ്ക്ക് ശശി തരൂരിനെയും സുകുമാരൻ നായരും വാഴ്ത്തിയതല്ലേ? അതെ, ഡൽഹി നായർ എന്ന് പറഞ്ഞ പണ്ട് വീഴ്ത്തിയതാണ്. അദ്ദേഹത്തെ പിന്നെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് തീരുകയും ചെയ്തു. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ കുറേ സമുദായ പ്രതിനിധികൾ കൂടി പറയുന്ന കാര്യങ്ങളല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിലുള്ളത്. ആ രാഷ്ട്രീയ മനസ്സെന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ ഇവർ SNDP രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിച്ചപ്പോഴും NSS രാഷ്ട്രീയ പാർട്ടി NDP രൂപവൽക്കരിച്ചപ്പോഴും അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയാത്തത്. പക്ഷെ മന്നത്തിനായിരുന്നെങ്കിൽ അതിലും കൂടുതൽ കഴിഞ്ഞേനെയും. കാരണം മന്നം ഇവിടുത്തെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, മുതുകുളത്ത് വന്നുകൊണ്ട് ഏഴവരുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രസംഗം നടത്തിയ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ്, സമുദായ നേതാവ് മാത്രമല്ല. പക്ഷെ സമുദായ നേതാക്കൾ മാത്രമായിരുന്നു കൊണ്ട് ഈ കാര്യത്തിൽ, ഇപ്പോൾ അമ്പലത്തിൻ്റെ കാര്യത്തിൽ, ഷട്ടിൻ്റെ കാര്യത്തിൽ സുകുമാരൻ നായർ പറഞ്ഞത് 100% ഞാൻ ഇതിനോട് യോജിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്ന അഭിപ്രായം പറയുമ്പോൾ നേരെ തിരിച്ച് ഫലമുണ്ടായി. അദ്ദേഹം ഒരിക്കൽ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഒരു എല്ലാ സ്വാതന്ത്ര്യമുള്ള വിശ്വാസത്തെ രക്ഷിക്കുന്ന ഗവൺമെൻറ് വരും എന്ന് പറഞ്ഞു. നേരെ തിരിച്ചായിരുന്നു ഫലമുണ്ടായത്. അപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വില പോലും കെടുത്തുന്നതാണ് ഈ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ. അതുകൊണ്ട് അതുമായിട്ടൊരു അകലം പാലിക്കാൻ ഈ സമുദായ നേതാക്കളെല്ലാം ബാധ്യസ്ഥരാണ്. മറിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് പറയാം എന്നുള്ളിടത്താണ് നമ്മുടെ രാഷ്ട്രീയം നിൽക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.